AI ഇമ്പാക്ട് ഉച്ചകോടിയിൽ ബിൽ ഗേറ്റ്സ് പങ്കെടുക്കില്ല എന്ന വാർത്ത വരുന്നുണ്ട്. ഗേറ്റ്സ് ഫൗണ്ടേഷനെ പ്രതിനിധീകരിച്ച് അങ്കുർ വോറ ഉച്ചകോടിയിൽ പങ്കെടുക്കും. അതിനിടെ AI ഉച്ചകോടിയിലെ റോബോട്ട് വിവാദത്തിൽ കേന്ദ്രത്തിനെതിരെ വിമർശനവുമായി കോൺഗ്രസിനും ആശയവിനിമയത്തിനുമുള്ള വേദിയാക്കേണ്ടതായിരുന്നു. എന്നാൽ ഉച്ചകോടിയെ BJP ചൈനീസ് ചന്തയാക്കി മാറ്റിയെന്നാണ് കോൺഗ്രസ് വക്താവ് പവൻ ഖേര പറഞ്ഞത്. AI इम्पैक्ट पूरे विश्व में इस समिट का क्या हुआ वो आप सबके सामने है. शर्म के मारे सर सबका झुक चुका है. लेकिन जो AI समिट, जो AI इम्पैक्ट समिट एक फ्यूचर इनोवेशंस के लिए डिस्कशन होना था, एक्सचेंज ऑफ आइडियाज होना था, उसको एक चीप चाइना बाजार बनाने का जो काम किया अश्विनी वैष्णव ने, उसमें देश उन्हें माफ नहीं करेगा. देश की जेन जी उनको माफ नहीं करेगी. क्यों नाक खटवा रहे हो साहब? ऑल पैकेजिंग नो कंटेंट, ये है मोदी जी की विजन. तो वो गलगोटिया तो बेचारा वही कर रहा है जो मोदी जी चाहते हैं. വിനിത ബി ജി ആ വാർത്തയുടെ വിവരവുമായി ചേരുന്നുണ്ട്. വിനിത, ഇവിടെ ചൈന പൾസ് എന്ന പത്രത്തിലൊക്കെ അങ്ങ് വല്ലാതെ പരിഹസിക്കുകയാണ്. അത് പോട്ടെ, അതിനപ്പുറം ഈ പറയുന്ന നമ്മുടെ ഒരു അഭിമാന ഉച്ചകോടിയിൽ ചൈനയുടെ സാധനം ഇറക്കി വെക്കുക, അത് ഞങ്ങളുടെ സാധനം ആണെന്ന് അത് പറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അഭിമാന ഉച്ചകോടിയാണ്. നമ്മുടെ അത് ഗോൽഗോട്ടി സർവകലാശാല, ഏത് സർവകലാശാലയാണെങ്കിലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. കൊറിയയുടെ 50,000 രൂപയുടെ ഡ്രോൺ ഇറക്കി വെക്കുക, ഞങ്ങൾ ഉണ്ടാക്കിയാണെന്ന് കള്ളം പറയുക, അത് പിടിക്കപ്പെടുക, അത് ചൈന അടക്കമുള്ളവർ പരിഹസിക്കുക, അത് ആ കോൺക്ലേവിൻ്റെ നിറം കെടുന്ന മട്ടിലേക്ക് ആ വിവാദങ്ങൾ പോവുക. അങ്ങേയറ്റം അൺഫോർച്ചുനേറ്റ് സംഭവങ്ങളുടെ ഒരു പരമ്പര അവിടെ ആ സംഭവത്തിലുണ്ടായി. അതിനെ കോൺഗ്രസ് രാഷ്ട്രീയമായി തന്നെ പറയുകയാണോ, നേരിടുകയാണോ വിനിത? ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 20ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര തലവന്മാർ, ഒപ്പം തന്നെ വിവിധ പ്രതിനിധികൾ, ഒപ്പം മന്ത്രിതല ഉദ്യോഗസ്ഥർ, ഇങ്ങനെ നിരവധി ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന ഒരു പ്രമുഖ, ഒരു ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു ഉച്ചകോടി എന്നൊക്കെ തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. കാരണം ഈ AI ഇമ്പാക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രമുഖർ, നിരവധി സിഒമാരടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡൽഹിയിലെത്തുകയും ഈ വിവിധ സെഷനുകളിലൊക്കെ തന്നെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നടക്കുന്ന ഒരു പരിപാടിയിലാണ് ഈ യൂണിവേഴ്സിറ്റി ഇത്തരത്തിലേക്കുള്ള ഒരു ചൈനീസ് റോബോട്ടിനെ കൊണ്ടുവന്നത് ഞങ്ങൾ നിർമ്മിച്ചതാണെന്ന തരത്തിലേക്ക് അവകാശവാദം ഉന്നയിക്കുകയും പിന്നാലെ അശ്വിനി വൈഷ്ണവ് തന്നെ അത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് പിന്നാലെയാണ് ചൈനീസ് മാധ്യമങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഇത് ചൈനയുടേതാണെന്നും അത് ഓൺലൈനിലൊക്കെ ഇത് സുലഭമായി ലഭിക്കുന്നതാണെന്നും ഒക്കെ അവർ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു AI ഉച്ചകോടിയുടെ ശോഭ കെടുത്തുന്ന ഒരു നടപടി തന്നെയാണ് ആ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് അടക്കമുണ്ടായിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ ഈ AI ഉച്ചകോടിയിൽ ഉണ്ടായ ചില വീഴ്ചകൾ അവർ തുറന്നുകാട്ടുകയും അതിനെ രാഷ്ട്രീയപരമായി അവർ കൈകാര്യം ചെയ്യുകയും വിമർശിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അതിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം നിരവധി ആളുകൾ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി എത്തുകയും അവർക്ക് കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടാനും യാത്രാ സൗകര്യത്തിനൊക്കെ ബുദ്ധിമുട്ടൊക്കെ നേരിടേണ്ടി വന്ന പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ വലിയ വിമർശനം എന്ന രീതിയിലാണ് കോൺഗ്രസ് അതിനെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലേക്കുള്ള ഈ ചൈനീസ് റോബോട്ട് കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു വിവാദത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പവൻ ഖേര അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ BJP ഈ AI ഉച്ചകോടിയെ ഒരു ചൈന ബസാറാക്കി മാറ്റിയെന്നാണ് കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത്. ഉച്ചകോടിയെ സംബന്ധിച്ചിടത്തോളം പരസ്പരം ആശയവിനിമയങ്ങൾ നടത്തുകയും ഒപ്പം തന്നെ വിവിധ സെഷനുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള ഡിസ്കഷനുകളൊക്കെ നടത്തേണ്ട ഒരു ഇടമാണ്. BJPക്ക് ഇത്തരത്തിലേക്കുള്ള എല്ലാ പരിപാടികളും വെറും തമാശയാണെന്നാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഹഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.